നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഒറിജിനൽ ആണോ എന്ന് എപ്പോഴെങ്കിലും പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ? ഒറിജിനലിനെ വില്ലുന്ന കോപ്പികൾ ഷോപ്പുകളിൽ പോലും വിൽപ്പന നടത്തുന്ന ഈ കാലഘട്ടത്തിൽ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോൺ വാങ്ങുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? അടുത്ത കാലത്ത് എൻ്റെ സുഹൃത്ത് OLX വഴി ഒരു സെക്കൻഡ് ഹാൻഡ് സാംസങ് മൊബൈൽ വാങ്ങിയിരുന്നു. അതിന് ഗ്യാരണ്ടി പീരീഡ് ഒക്കെ ബാക്കിയുള്ളത് കൊണ്ട് മാത്രമാണ് അവൻ അത് വാങ്ങിയത്. കുറച്ചു കാലം ഉപയോഗിച്ചപ്പോൾ തന്നെ ബാറ്ററി കംപ്ലൈൻ്റ് ആയി. അങ്ങനെ സാംസങ്ങിന്റെ ഷോപ്പിൽ കൊണ്ടുകൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഈ ഗ്യാരണ്ടി കാർഡും ബോക്സും ഒക്കെ ഒറിജിനൽ തന്നെ, പക്ഷേ ഫോൺ ഒറിജിനൽ അല്ല. അങ്ങനെ ഫോണിന്റെ IMEI നമ്പർ പരിശോധിച്ച് നോക്കിയപ്പോൾ അതൊരു നോക്കിയ ഫോണിന്റെ IMEI നമ്പർ ആയിരുന്നു. നിങ്ങൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണ് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ഒരൊറ്റ മിനിറ്റ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത്. ഇതൊരുപാട് ആൾക്കാർക്ക് അറിയാവുന്നതാണ്, അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണാം. നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ആൻഡ്രോയിഡ് ആയാലും ഐഫോൺ ആയാലും അതിൻ്റെ ഡയൽ പാഡ് ഓപ്പൺ ചെയ്ത് *#06# എന്ന് ടൈപ്പ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. *#06#. ആ സമയത്ത് ഫോണിലെ IMEI നമ്പർ ഇതുപോലെ കാണിക്കുന്നതാണ്. ഇതിപ്പോൾ ഡുവൽ സിമ്മുള്ളൊരു മൊബൈൽ ഫോണാണ്, അതുകൊണ്ട് തന്നെ 2 IMEI നമ്പർ ഇതുപോലെ ഉണ്ടാകും. ലഭിക്കുന്ന IMEI നമ്പറിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് കോപ്പി ചെയ്തെടുക്കേണ്ട ഓപ്ഷൻസ് കിട്ടും. അവസാനത്തെ #00 ആവശ്യമില്ല. അതിനുശേഷം നിങ്ങൾ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. ചില ഫോണിൽ ഡയറക്റ്റ് തന്നെ കോപ്പി ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ടാകും. ഇനി എന്തെങ്കിലും പ്രശ്നം കാരണം നിങ്ങൾക്ക് ഡയൽ പാഡിലൂടെ IMEI നമ്പർ ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് ഇതുപോലെ IMEI എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻസ് കിട്ടുന്നതാണ്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് IMEI നമ്പർ ഉണ്ടാകും. ഇതിൽ നിന്ന് കോപ്പി ചെയ്യാൻ സാധിക്കില്ല, നിങ്ങൾ എഴുതിയെടുക്കേണ്ടി വരും. ശേഷം നിങ്ങളുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അഡ്രസ് ബാറിൽ IMEI.info എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു പുതിയ വെബ്സൈറ്റ് ഇതുപോലെ ഓണായി കിട്ടും. ഈ വെബ്സൈറ്റിൽ IMEI നമ്പർ എൻ്റർ ചെയ്യേണ്ട ഒരു കോളം നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് നിങ്ങൾ കോപ്പി ചെയ്ത IMEI നമ്പർ അതിൽ പേസ്റ്റ് ചെയ്യുക. ഇവിടെ താഴെ I am human എന്ന് പറഞ്ഞിട്ടൊരു കോളം കാണാം നിങ്ങൾക്ക്. അതിൻ്റെ തൊട്ടടുത്ത് ആ കോളത്തിൽ ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക നിങ്ങൾ. ആ സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജാണ് ഓപ്പൺ ചെയ്യുക. ഈ മുകളിലത്തെ ചിത്രം അനുസരിച്ച് താഴത്ത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഓപ്ഷനാണ്. നിങ്ങൾക്കിനി ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടില്ലെങ്കിൽ താഴെ ഒരു ആരോ മാർക്ക് കാണാം, ഒരു കറങ്ങുന്നത്, അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പോൾ സിമ്പിളായിട്ടുള്ളത് കണ്ടെത്തുന്ന സമയത്ത് അതിന് ആൻസർ കൊടുത്താൽ മതി. ഇപ്പോൾ എൻ്റെ ലാപ്ടോപ്പ് കണ്ടെത്താനാണ്. ആ മുകളിലത്തെ ചിത്രത്തിലുള്ള പൊതുവായിട്ടുള്ളത് ലാപ്ടോപ്പാണ്. അപ്പോൾ ഞാൻ 2 ലാപ്ടോപ്പും ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് താഴെയുള്ള വെരിഫൈ എന്ന് പറയുന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കിത് വെരിഫിക്കേഷൻ പൂർത്തിയായിട്ട് ആ കോളത്തിൽ ഇതുപോലെ ഗ്രീൻ ആയിട്ട് വരും. ഇനി നിങ്ങൾക്കിവിടെ ചെക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻസ് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ മോഡലും ഫോണിൻ്റെ ബ്രാൻഡും ഒക്കെ കൃത്യമായിട്ട് ഇതിൽ കാണിക്കുന്നതാണ്. എൻ്റെതിപ്പോൾ ഷോമിയുടെ Note 10 ആണ്. അപ്പോൾ എൻ്റെ മോഡലും ബ്രാൻഡും ഒക്കെ കറക്റ്റാണ്. ഇതിലെന്തെങ്കിലും തെറ്റായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫോണ് വ്യാജനാണ്. അതായത് ചിലപ്പോൾ സാംസങ്ങിൽ നിന്ന് തന്നെ കാണിക്കും, പക്ഷേ ഫോൺ മോഡൽ മറ്റൊന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഫേക്ക് ഫോണാണ്. അപ്പോൾ ബ്രാൻഡ് നെയിമും അതുപോലെ തന്നെ മോഡലും കറക്റ്റായിരിക്കണം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ മതി. അപ്പോൾ ഈ നിങ്ങളുടെ ഫോണിൻ്റെ എല്ലാ ഡീറ്റെയിൽസും, ഏതാണ് മോഡൽ, ഏത് വർഷമാണ് ഇത് ഇറങ്ങിയത്, റിലീസ് ചെയ്തതും, നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ സിസ്റ്റങ്ങളും ഇതിനകത്ത് നിന്ന് കാണുന്നതാണ്. ഇനി ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ഫോണിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ലേ, അത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് അദ്ദേഹത്തിൻ്റെ ഫോണിൻ്റെ IMEI നമ്പറാണ്. അത് സാംസങ് S21 ആണ്. എന്നീ ഞാൻ ഇതുപോലെ തന്നെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് താഴത്തുള്ള I am human എന്നുള്ള ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് പുതിയ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കാണാം. ഇതിപ്പോൾ നേരത്തെ പോലത്തെയുള്ള ക്വസ്റ്റ്യൻ അല്ല വന്നിട്ടുള്ളത്. അതായത് ഇതിൽ നിന്ന് കോഴിയുള്ള ഫോട്ടോകൾ സെലക്ട് ചെയ്യാനാണ്. താഴെ നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്ന് കോഴിയുള്ള ഫോട്ടോകളൊക്കെ ഞാൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് താഴെ വെരിഫൈഡ് ഓപ്ഷൻസ് വരും. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ വെരിഫൈ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ പേജ് ഓപ്പൺ ആവും. എന്നിട്ട് ആ ടിക്ക് മാർക്ക് അവിടെ വന്നിട്ടുണ്ടാവും. ഇനി ചെക്കിങ് കൊടുക്കുന്ന സമയത്ത് ഇതിൽ കാണാം നിങ്ങൾക്ക് നോക്കിയയുടെ ഫോണാണത്. അതായത് ആ ഫോണിൽ, അതായത് ആ സാംസങ്ങിൻ്റെ S21 ഉപയോഗിച്ചിരിക്കുന്നത് നോക്കിയയുടെ IMEI നമ്പറാണ്. അപ്പോൾ അത് വ്യാജമായി സൃഷ്ടിച്ചതാണ്, വ്യാജ IMEI നമ്പർ ഉപയോഗിച്ചതാണ്. അതായത് അതേ
അഡ്രസ്സിൽ തന്നെ മറ്റൊരു ഫോൺ കൂടി നിലവിലുണ്ട്. ചിലപ്പോൾ ആ ഫോണൊക്കെ നശിച്ചു പോയിട്ടുണ്ടാകും. ആ പഴയ ഫോണിൻ്റെ IMEI നമ്പറിലാണ് ഇപ്പോൾ ഈ പുതിയ സാംസങ്ങിൻ്റെ രൂപത്തിൽ ആ ഫോൺ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വ്യാജൻ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഷോപ്പിൽ നിന്നൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അറിയപ്പെടുന്ന വലിയ ഷോപ്പുകളിൽ നിന്ന് എടുക്കുന്നത് പോലെയല്ല, പുറത്തു നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ സെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് വാങ്ങുന്നവരും നിർബന്ധമായിട്ടും ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇതാണ്. ഫോൺ വാങ്ങുന്നതിന് മുമ്പ് അത് ഒറിജിനൽ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വാങ്ങുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇത് പ്രയോജനപ്പെടും, അതുകൊണ്ട് ദയവായി ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.